ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബെഡ്റൂം സ്റ്റോറേജ് ഐഡിയാസാണ്. ഇപ്പം എല്ലാവരും മെയിനായിട്ട് ഇപ്പം ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ബെഡ്റൂം നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക എന്നുള്ളത്. അപ്പം അതിന് പറ്റിയ കുറച്ച് പ്രൊഡക്ട്സാണ് ഞാനിതിൽ പറയുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എന്നാലും നല്ല എനിക്ക് എൻ്റെ ബെഡ്റൂം നല്ല അടിപൊളിയായിട്ട് വെക്കാൻ വേണ്ടി പറ്റി ഞാൻ മേടിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിലൊന്നാമത്തേന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു ബാഗാണ്. അപ്പം നമ്മുടെ ബെഡിൻ്റെ കട്ടിലിൻ്റെ അടിയിലായിട്ട് നമുക്കതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പം ചുമ്മാ നമ്മൾ ഓരോ കവറുകളിൽ കയറ്റി വെക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ ബാഗുകൾ മേടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സ്, പിന്നെ എന്താ നമ്മുടെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിതിനകത്ത് വെക്കാം. ഞാൻ വെക്കുന്നത് വിൻ്ററിൽ സമ്മർ ക്ലോത്ത്സുകൾ വെക്കും, സമ്മറിൽ വിൻ്റർ ക്ലോത്ത്സുകൾ വെക്കും. അപ്പം അതവിടെ അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോക്സുകളാണ്, സ്റ്റോറേജ് ബോക്സുകൾ. ഞാൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടോപ്പുകളൊക്കെ ഞാൻ ഹാങ് ചെയ്ത് വെക്കുകയും ജീൻസ് പാൻസൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങനെ ബോക്സുകളാക്കിയിട്ടാണ് വെക്കുക. അപ്പം അതും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ബോക്സുകൾ നമുക്ക് വാർഡ്രോബിൽ വെക്കാം, വാർഡ്രോബിലല്ലെങ്കിൽ നമ്മൾ പുറത്തെ സ്പേസുകളിലാണെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ വെക്കാം. പിന്നെയെന്ന് പറയുന്നത് മേക്കപ്പ് ബോക്സുകളാണ്. ഇത് ഒറ്റൊരു ബോക്സ്, അതിൽ 3 ലെയർ ഡ്രോ ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞത് UK വന്നു കഴിഞ്ഞിട്ടാണ് സ്കിൻ കെയറും മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചധികം പ്രൊഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാനത് വെക്കാൻ ഇങ്ങനെ ഇത് ഓർഗനൈസ്ഡ് വെക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഷവർ റൂമിൽ വെക്കുന്ന കണ്ടീഷണറും ഷവർ ജെല്ല്, പിന്നെ നമ്മുടെ എന്താ അത് കുളിക്കുമ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ടൈൽസിലൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് വന്നാൽ തന്നെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കും. പിന്നെ ഇത് ഷൂറാക്ക്, ഇത് ഞാൻ ഷീനെന്ന തെമ്മൂന്നൊക്കെയാണ് ഞാൻ ഈ പ്രൊഡക്ട്സ് കൂടുതൽ മേടിച്ചിട്ടുള്ളത്. അപ്പം എനിക്കാണെങ്കിൽ നല്ലത് വേണം താനും, എന്നാൽ ക്ലോസ്ഡ് ആയിട്ടുള്ളത് വേണം. അങ്ങനെ ഞാൻ തപ്പി കണ്ടുപിടിച്ച ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ളത് വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ള നമ്മൾ ആമസോണിലൊക്കെ നോക്കുമ്പോൾ കാണുന്നത്, അപ്പോൾ എല്ലാം നല്ല എക്സ്പെൻസാണ്. എനിക്കിത് അഫോർഡബിൾ ആയിട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റായിരുന്നു ഇത്. പിന്നെയെന്ന് പറയുന്നത് ഷൂ ഇട്ട് വെക്കുന്ന ഷൂ ബാഗാണ്. ഇതും നല്ല അടിപൊളിയാണ്. അപ്പം ഇതിൻ്റെ പറയുമ്പം കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ട്രിക്കല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മുടെ ഷൂ ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനൊരു കവർ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ മേടിക്കാൻ നമുക്ക് പൈസ കളയാനില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പില്ലോ കേസ്, ഉപയോഗിക്കാത്ത പില്ലോ കേസിലിട്ടിട്ട് നമുക്ക് ഷൂ വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ക്ലീനായിട്ട് നമ്മൾ ഷൂസ് കിട്ടും, കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല. ഞാൻ ഷൂ വാഷ് ചെയ്യുന്നതാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.